പൊളിറ്റിക്കൽ സസ്പെൻസ് തുടരുകയാണോ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ? ആന്റോണിയസ്, കുറച്ച് സമയമെടുക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. ഞാനൊരു വീഡിയോ കേൾപ്പിച്ചു തരാം സാറേ. കോൺഗ്രസിൽ തർക്കമാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത്. ഞാൻ പറയാണ്, ഒരു തർക്കമില്ല. പിന്നെ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ആളുകൾ എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ 1,00,000 പേരുണ്ടാവും. ഞങ്ങളുടെ അഭിമാനമാണ്. അങ്ങനെ ആളുകൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ പറ്റിയ 5-6 പേരുണ്ടെന്ന് പറഞ്ഞാൽ അത് നല്ലതല്ലേ? അത്രയും വലിയ ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് കോൺഗ്രസിൽ ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. പിന്നെ എന്തെങ്കിലും തർക്കം വന്നാൽ ഞങ്ങൾ സംസാരിച്ച് തീർക്കാവുന്ന തർക്കമുള്ളൂ. ഏത് തർക്കം വന്നാലും അതൊന്ന് തീർത്താൽ മതി. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ സംസാരിച്ച് തീർക്കും. ഇത്രയേ ഉള്ളൂ, അത്ര കാര്യമുള്ളൂ. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാന്ന് അടുത്ത ദിവസങ്ങളൊന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹമായിരിക്കും കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും കേരളത്തിലെ ജനങ്ങൾക്കും. കേരളത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ മാത്രം മുഖ്യമന്ത്രിയല്ലേ, കേരളത്തിലെ മുഴുവൻ 3.5 കോടി ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. ഒരു കാര്യം എന്താണെന്നറിയോ, നിങ്ങൾ MP-നെയോ MLA-നെയോ AICC ജനറൽ സെക്രട്ടറിനെയോ അല്ലെങ്കിൽ ഇനി പ്രതിപക്ഷ നേതാവിനെയോ ആരെ വേണേലും മുഖ്യമന്ത്രി ആക്കിക്കോളൂ. പക്ഷേ കേരളത്തിലൊരു മുഖ്യമന്ത്രി വേണമല്ലോ അല്ലേ? കാരണം കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒന്നടങ്കം ഇന്നത്തെ വൈകുന്നേരം 7 മണിക്ക് ഈ ദീപാദാസ് മുൻഷിയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. മാധു പറഞ്ഞ പോലെ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് വരെ പിരിമുറുക്കായിപ്പോയി. കാരണം ഇതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അറിയാൻ ആകാംക്ഷ കൊണ്ടാണ്. പക്ഷേ എന്ത് സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നുള്ളതാണ്. അരുൺ സാർ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ, ഇന്ത്യയിൽ കോൺഗ്രസിന് ഒരു ഹൈക്കമാൻഡ് ഉണ്ട് എന്നുള്ളത് തെളിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ KC വേണുഗോപാലിനെ കുറിച്ചിട്ടും VD സതീശനെ കുറിച്ചിട്ടും രമേശ് ചെന്നിത്തലയെ കുറിച്ചിട്ടും ആർക്കും ഓരോ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഓരോ നേതാക്കന്മാർ ചാപ്പ കുത്തി കൊടുക്കുന്നതുണ്ടല്ലോ, ജീവിതത്തിൽ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത സാധനമാണ്. KC വേണുഗോപാൽ മുസ്ലിങ്ങൾക്കെതിരാണെന്നാണ് പ്രചരിപ്പിച്ചു വരുന്നത്. AICCയുടെ ജനറൽ സെക്രട്ടറിക്ക് സംഘിപ്പട്ടം ചാർത്തി കൊടുക്കുകയാണ്. ഈ അടുത്ത കാലത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അങ്ങനെ കണ്ടോ? ഒരു സ്ഥലത്ത് ഈ BJPക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നത് കണ്ടില്ലല്ലോ. ഈ പറഞ്ഞ ഏതെങ്കിലും മുസ്ലിം ന്യൂനപക്ഷത്തെ KC വേണുഗോപാൽ മോശമായി പറയുന്നത് കണ്ടോ? എവിടെയെങ്കിലും കണ്ടോ? ഒരു സ്ഥലത്ത് കാണിച്ചു തന്നാൽ ഇത് ശരി, ഇത് അങ്ങനെ ഉണ്ട് എന്ന് പറയാം. എവിടെയെങ്കിലും കണ്ടോ? ഒരു സ്ഥലത്ത് കണ്ടിട്ടില്ലല്ലോ. കാണാത്തത് പിന്നെ എന്താ പറയുന്നത്? അതാ മുസ്ലിങ്ങൾക്കെതിരാണ്. അങ്ങനെ ഒരു മുസ്ലിം എതിരായ ഒരാളാണോ KC വേണുഗോപാൽ? അങ്ങനെയാണോ? നിങ്ങൾ ഈ 62 പേരുടെ KC വേണുഗോപാലും കൂടെ വെട്ടിത്തിരുത്തി എന്ന് പറയുന്ന ഈ പറയുന്ന പട്ടികയില്ലേ, അതിൻ്റെ അകത്ത് വന്ന മുസ്ലിങ്ങൾ മുഴുവൻ മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് വന്നത്? അങ്ങനെയൊന്നുമല്ലല്ലോ. എത്രയോ വൃത്തിയായി നീറ്റായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഞാൻ പറയുന്നത് നമുക്ക് തർക്കങ്ങൾ നല്ലതാണെന്നേ. ഒരു അതിരുവിട്ട് പോയ തർക്കം, PR പ്രവർത്തനം നിർത്താൻ പറഞ്ഞാൽ മതി. അവിടെ ഈ ഫ്ലെക്സ് എടുത്ത് മാറ്റാൻ വേണ്ടി പറയണ്ട. PR ആൾക്കാർക്ക്, കമ്പനികൾക്കെല്ലാം വിളിച്ച് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ട് പ്രശ്നം അവസാനിച്ചു. എത്ര രൂപ മുടക്കിയിട്ടുണ്ടാവുമെന്ന് അറിയോ? ഇന്നലെ വൈകുന്നേരം നമ്മൾ പറഞ്ഞല്ലോ ഈ ബാനർ കൊടുത്തു വിടണ്ടെന്ന്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു കമ്പനിയാണ് ആ ഫ്ലെക്സ് അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഫ്ലെക്സുകാരോട് ഇന്ന് കോഴിക്കോടേക്ക് വിടണ്ടെന്ന് പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഫ്ലെക്സ് ആണോ? അല്ല, ഈ പ്ലക്കാർഡില്ലേ, കയ്യിൽ പിടിക്കുന്ന പ്ലക്കാർഡ്, അതെല്ലാം അടിച്ച് ബോക്സാക്കി ഒരേ സൈസിൽ ഒരേ വലിപ്പത്തിലാക്കി ലോറിയിൽ കയറ്റി വിടുമായിരുന്നു ഈ 4 മണിക്കത്തെ പരിപാടിക്ക് വേണ്ടിയിട്ടേ. ആ പരിപാടി ഇന്ന് വിടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ വിടണ്ടെന്ന് പറയാൻ കാരണം അത് ഇത് PR ആണെന്ന് പുറത്തേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. ഇന്ന് പകുതി ഈ പരിപാടിയും ക്യാൻസൽ ചെയ്തല്ലോ. വൈകുന്നേരം 4 മണിയായപ്പോഴത്തേക്ക് എന്താ 4 മണിക്ക് ക്യാൻസൽ ചെയ്തത്? അവിടെ മീറ്റിംഗ് നടക്കുമ്പോൾ ഇത് തിരിച്ചടിയാവുമെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ക്യാൻസൽ ചെയ്തത്. അല്ലാതെ വേറെ നമ്മുടെ മുഖം, നമ്മുടെ തല വരണ്ട എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ഇത് തിരിച്ചടിയാവും എന്ന് മനസ്സിലാക്കിയപ്പം ആ പരിപാടി വേണ്ട എന്ന് വിചാരിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്താണ് കേരളത്തെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ കോൺഗ്രസ്സുകാർ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കോൺഗ്രസ്സിലെ അണികളെല്ലാം ഇത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണെന്ന്? കേരളത്തിൽ നിങ്ങൾ പറയുന്ന 1 കോടി വോട്ടർമാരില്ലല്ലോ, 50 ലക്ഷം വോട്ടർമാർ സ്ത്രീകളാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് വോട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പം അവിടെ നിങ്ങൾ ആരെങ്കിലും മുന്നോട്ട് വെച്ചോ? ഇത് നിങ്ങൾ ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യം ഇത്ര ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചിട്ടാണോ കേരളത്തിലെ കോൺഗ്രസ് ഇലക്ഷനെ നേരിട്ടത്? എന്തുകൊണ്ടാണ് നിങ്ങൾ കോൺഗ്രസിൻ്റെ ഇലക്ഷനെ നേരിട്ട സംബന്ധിച്ചൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിനെ മുന്നോട്ട് വെക്കാതിരുന്നത്? ഈ മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ. നിങ്ങൾ മുന്നോട്ട് വെക്കാത്തതിന് കാരണം അവിടെ 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉള്ളതുകൊണ്ട് മാത്രമല്ലേ? അതിൻ്റെ അകത്ത് രമേശ് ചെന്നിത്തല മാറിയിരിക്കണം, രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും മാറി വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ടീം റോട്ടിലേക്ക് ഇറങ്ങുന്നത് ഏതർത്ഥത്തിലാണ്? അങ്ങനെ ഇറങ്ങാൻ പാടുമോ? അങ്ങനെ അല്ലെങ്കിൽ അന്ന് തന്നെ പറയണം, പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്, അദ്ദേഹമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയണമായിരുന്നു. പറഞ്ഞില്ലല്ലോ. പറയാതെ നിങ്ങൾ 3 പേരെയും മുന്നിൽ നിർത്തി ഈ ഇലക്ഷൻ നേരിട്ടു. അപ്പം 3 പേർക്ക് ക്ലെയിം ഉണ്ടാവും. ആ 3 പേർക്കും മാന്യമായ ക്ലെയിം എവിടെ നിന്നാണ് കിട്ടുക? ഈ പറയുന്ന MLA-മാരുടെ കണക്കെടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള MLA-മാരുടെ ഭൂരിപക്ഷമുള്ള ആൾ മുഖ്യമന്ത്രിയാവും. അതാണല്ലോ ലോജിക്ക്.
അതാണല്ലോ AICC പറഞ്ഞിട്ടുള്ളത്, അതാണ് നിരീക്ഷകർ പറഞ്ഞിട്ടുള്ളത്, അതാണ് ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ് ഈ അടീൻ്റെ പശ്ചാത്തലത്തിൽ 4 പേരെ അങ്ങോട്ട് വിളിപ്പിച്ചു. KPCC പ്രസിഡൻ്റ് 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ അങ്ങോട്ട് വിളിപ്പിച്ചു. എന്നിട്ട് 3 പേരെ ഇൻഡിവിജ്വലായി കേട്ടു, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കേട്ടു. ഈ പറയുന്ന KPCC പ്രസിഡൻ്റെയും കേട്ടു. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞിരിക്കുക, നിങ്ങളെല്ലാം തിരിച്ചു പോയിക്കോളൂ, ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞു. ഇത്രേ നടന്നിട്ടുള്ളൂ. അത് നാളെയോ മറ്റന്നാളോ തീരുമാനിക്കും. ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, നാളെയോ മറ്റന്നാളോ തീരുമാനിച്ചില്ലെങ്കിൽ കോൺഗ്രസ് സംബന്ധിച്ച് 23-ാം തീയതി വരെ ആ സംവിധാനമുണ്ട്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത്രയും സന്തോഷം ഉണ്ടാവാൻ പോകുന്നില്ല. ആ രീതിയിലൊരു ക്ഷമ ഉണ്ടാവണം എന്നില്ല. പിന്നെ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ല, ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ കേരളത്തിലെ ഇപ്പോൾ വാർത്ത വരുന്ന ശൈലി ഞാൻ കണ്ടപ്പോൾ മനസ്സിലായി. കേരളത്തിലെ ഘടകകക്ഷികളാണ് കോൺഗ്രസിൻ്റെ MLA മാരെ തീരുമാനിക്കുന്നതൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. ഒന്നുമല്ല AICC അങ്ങനെ ഒരു കാര്യം പറഞ്ഞതായിട്ട് എനിക്കറിയാവുന്ന സോഴ്സിൽ കൂടെ വെക്കാൻ വെച്ചു. അങ്ങനെ AICC നാളെ രാവിലെ വന്ന് ഘടകകക്ഷികളുടെ അഭിപ്രായം ചോദിച്ചിട്ട് ഇനി ഒരു MLA ചർച്ചയൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും ചോദിച്ചു, AICCൻ്റെ ചോദ്യം കഴിഞ്ഞു, ഘടകകക്ഷികളുടെ അഭിപ്രായം അവർ നിരീക്ഷകർ ഇനി വരാൻ പോകുന്നില്ല. ഇനി എന്താണ്, ഒറ്റ കാര്യത്തിലാണ് ഈ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം എന്ന് കേട്ടിട്ടില്ലേ? കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കാന്ന് പറഞ്ഞാൽ വെച്ച ഫ്ലക്സ് വെച്ചവരെ കൊണ്ട് എടുപ്പിക്കുന്നതാണ് ഇപ്പോൾ കണ്ടത്. അതേ ചെയ്യിപ്പിച്ചത് ഈ പറഞ്ഞ ഹൈക്കമാൻഡ് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിച്ച കണ്ടത്. ഇനി ഒരാളും നോക്കിക്കോളൂ, പ്രവർത്തനം എടുത്തുകൊണ്ട് പോയത് നേതാക്കന്മാരാണ് വിളിച്ചു പറഞ്ഞത്. VD സതീശൻ ആദ്യം വന്നിട്ട് പറയാണ്, നിങ്ങൾ ആരും ഞങ്ങൾക്ക് വേണ്ടി അടി ഉണ്ടാക്കരുത്. ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ പോരായിരുന്നോ? ഇനി എവിടെ പോസ്റ്റ് ഇട്ടു? എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെയല്ല ഇടേണ്ടത്. ഞങ്ങൾ വിജയാഘോഷിക്കുന്ന കാര്യത്തെ കുറിച്ചല്ല പറയുന്നത്. എനിക്ക് വേണ്ടിയിട്ട് ഒരു ഫ്ലെക്സ് പോലും വെക്കുന്നതാണ് പറയുന്നത്. ആർക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടി. എന്റെ ഫ്ലെക്സ് വെക്കുമ്പോൾ ഞാനല്ല പറയണ്ടേ? ഇപ്പൊ കണ്ടില്ലേ വൃത്തിയായി വന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞപ്പോ ഓരോരുത്തർ വെച്ചെടുത്തു. അപ്പൊ എന്തുകൊണ്ടാ കാരണം? ഇത് എടുക്കാതെ തീരുമാനം വരില്ല എന്ന് ഹൈക്കമാൻഡ് പറഞ്ഞപ്പോ എടുത്തു മാറ്റാൻ പോയി. അല്ല, എടുക്കാൻ പറഞ്ഞപ്പം എടുക്കാതെ നിങ്ങൾ രാഹുൽ ഗാന്ധി വൃത്തിയായിട്ട് പറഞ്ഞല്ലോ, നിങ്ങൾ അവിടെ പോയി കേരളത്തിൽ നിങ്ങൾ അതാണ് പറയണേ, നിങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നം തീർത്തിട്ട് വാ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപനമൊക്കെ ഉള്ളെന്ന് പറഞ്ഞപ്പോൾ അതെല്ലാവരും ഒന്ന് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കുന്ന ഈ പറഞ്ഞ ഹൈക്കമാൻഡിന്റെ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടല്ലോ, അതിന് ഞാൻ ഗംഭീരമായൊരു കയ്യടി. 23-ാം തീയതി വരെ നീട്ടിയ സർജിക്കൽ സ്ട്രൈക്ക് ഇത് കേട്ടാ വിചാരിക്കേ നമ്മളാണ് ഇതൊക്കെ തീരുമാനിക്കുന്നതെന്ന്. കോൺഗ്രസ്സുകാർ അടി കാരണം മുഖ്യമന്ത്രിനെ പ്രഖ്യാപിക്കാത്തതിന് ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നത് എന്തിനാ? Meet the editors.